ഹായ് ഹലോ ഞാൻ അഞ്ജലി. നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടാവും. നല്ല ഫ്രണ്ട്സുകളുണ്ടാവും, നമ്മുടെ ഒപ്പം ചിരിച്ചിരുന്ന് നമ്മളങ്ങോട്ട് മാറുമ്പോൾ നമ്മളെ പറ്റി കുറ്റം പറയുന്ന ടീംസും ഉണ്ടാവും. പക്ഷേ അവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടൊരു ടീമുണ്ട്, ചങ്ക് പെട്ടി അല്ലെങ്കിൽ ബെസ്റ്റ് പെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരാളുണ്ടാവുമല്ലോ. അപ്പം ഇവരുടെ ഏറ്റവും വലിയ കംഫർട്ട് സ്പേസ് നമ്മളാണെന്ന് തോന്നിക്കുന്ന രീതിയിലായിരിക്കും ഇവരുടെയൊക്കെ സ്റ്റോറീസ്. തിരിഞ്ഞു നോക്കാത്ത അമ്മ, ഭീകരനായ അച്ഛൻ, ടെറർ ബോയ് ഫ്രണ്ട്, അങ്ങനെ എന്താണ്ടൊക്കെ സ്റ്റോറീസ്. അപ്പം വീട്ടുകാരെയൊക്കെ പറ്റിയിട്ട് ഇല്ലാത്ത കാര്യം ആർക്കും ഇങ്ങനെ ചുമ്മാ പറയേണ്ട ആവശ്യമില്ലല്ലോ. പറയുന്നത് നമ്മുടെ ചങ്കുപട്ടി ആയതുകൊണ്ടും നമ്മളവരുടെ കംഫർട്ട് സ്പേസ് ആയതുകൊണ്ടും കേട്ടോണ്ടിരിക്കുക. പിന്നെ ചങ്കുപട്ടി പറഞ്ഞതാ, അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നുമില്ല. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഈ ചങ്കുപട്ടിയുടെ പേരൻസിനെ ഒന്ന് മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇവരെ പറ്റി തന്നെയാണോ ഇവർ പറഞ്ഞതൊക്കെ എന്നൊന്ന് തോന്നിയെങ്കിലും പറഞ്ഞത് ചങ്കുപട്ടിയല്ലേ. അപ്പം വീണ്ടും അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മറിച്ചിന്തയില്ല എന്നുള്ളൊരു ഇതിൽ ഞാൻ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ചങ്കുപട്ടിയുടെ കല്യാണം ഉറപ്പിച്ചത്. പക്ഷേ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പോലും അവളുടെ കൺഫ്യൂഷൻ മാറിയിട്ടില്ല. എത്ര സ്ട്രഗിൾ ചെയ്ത് വന്നുകൊണ്ട് ഞാൻ ഇനിയുള്ള ലൈഫെങ്കിലും നന്നായി പൊക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനൊന്നും അറിയാതെ പറഞ്ഞു പോയി, നീ എന്നാ ഒന്ന് റീതിങ്ക് ചെയ്യും മാരേജിനെ പറ്റിയിട്ട്. അപ്പോൾ ഇവളുടെ മറുപടി, ഐ നോ വി ആർ നോട്ട് മെയ്ഡ് ഫോർ ഈച്ച് അതർ ബട്ട് വി ഗ്രോ അപ്പ് ടുഗദർ ആൻഡ് സീ ഓൾ ദ ഫേസസ് ഓഫ് ലൈഫ് ടുഗദർ. സഹിക്കണമല്ലോ, പറഞ്ഞത് ചങ്കുപട്ടിയല്ലേ. അടുത്ത അവളുടെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വിത്ത് ഭീകരനച്ഛൻ, തിരിഞ്ഞു നോക്കാത്തമ്മ, ടെറർ ബോയ് ഫ്രണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അതിൻ്റെ ക്യാപ്ഷൻ, ഹൈലൈറ്റ്സ് ഓഫ് എ ലൈഫ് വെൽ ഏൺഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇങ്ങനെ ഇവളുടെ പോക്കെങ്കിൽ ഉടനെ തന്നെ ഈ ഭീകരന്മാരെ എല്ലാവരും ഇവക്ക് കാണാൻ പറ്റും.